Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ദയ നമ്മളോടുള്ളത് ഒരിക്കലും നാം മറക്കരുത്. ദൈവം ദയയുള്ള ദൈവമാണ്. എത്രയോ പേര് ഏതെല്ലാം അനർത്ഥങ്ങളിൽ പെട്ടുപോയപ്പോഴും ദൈവം നമ്മളെ സൂക്ഷിച്ചു. ഇനിയുള്ള നാളുകൾ നാം വേൾഡിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്നു. കാരണം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത വലിയ സംഭവങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോകും. നമ്മുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും ദൈവം ഇനി തുറക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ദൈവം നമുക്ക് വേണ്ടി വലുതും വിശാലവുമായ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ഒരു വാതിൽ, തലമുറയോട് ബന്ധപ്പെട്ടൊരു വാതിൽ, നിങ്ങളുടെ ഫിനാൻസിനോട് ബന്ധപ്പെട്ടൊരു വാതിൽ, നിങ്ങളുടെ ബിസിനസ്സിനോട് ബന്ധപ്പെട്ടൊരു വാതിൽ, ദൈവം വാതിൽ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ, ഈ ലോക ജീവിതയാത്രയിൽ നാം വളരെ ശ്രദ്ധിക്കണം. ദൈവം അനേക വാതിലുകൾ തുറക്കും. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു. ഈ യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസം, യേശുക്രിസ്തുവിലൂടെയുള്ള ആ പാപക്ഷമ, ആ രോഗസൗഖ്യം, ഇതെല്ലാം യേശുവിൻ്റെ കാൽവരി ക്രൂശിലൂടെ നമുക്ക് ലഭ്യമായതാണ്. ആ കാൽവരി ക്രൂശിലൂടെ തന്നെ നമുക്ക് വേണ്ടി ഒരിക്കലും അടയാത്ത വാതിലുകൾ അവൻ തുറന്നു വെച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജൂൺ മന്ത്, ഈ ജൂലൈ മന്ത് ചില അത്ഭുതകരമായ വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. സൗഖ്യത്തിൻ്റെ വാതിലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ എത്രത്തോളം സ്ട്രഗിളിങ്ങിലായോ അത്രത്തോളം നിങ്ങൾ സന്തോഷിക്കത്തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് വേണ്ടി വലുതും വിശാലവുമായ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ചിലരുടെ ജീവിതത്തിൽ വർഷങ്ങളായി ജനറേഷനില്ല. ഓ സിസ്റ്റർ റോഷിനി, ദൈവം നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ വാതിലുകൾ, ജനറേഷണൽ ബ്രേക്ക് ത്രൂ ദൈവം തരാൻ പോവുകയാണ്. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്ങിൻ്റെ വാതിലുകൾ തുറക്കുകയാണ്. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിച്ചു കുഴഞ്ഞുപോയി, ദൈവത്തിൽ ആശ്രയിക്കൂ. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഇപ്പോൾ വാതിലടയപ്പെട്ടിരിക്കുന്ന സകല വ്യക്തികൾക്കും ഒരു വാതിൽ തുറക്കണമേ. അങ്ങ് വലിയൊരു അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ മഹിമയ്ക്കായി നന്ദി പറയുന്നു. അത്ഭുതത്തിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.